ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. പതിനഞ്ചാമത്തെ ശ്ലോകം. തച്ചേജ്ജലസ്ഥം തവ സജ്ജഗദ്വപു കിം മേ ന ദൃഷ്ടം ഭഗവംസ്തദൈവ കിം വാ സുദൃഷ്ടം ഹൃദി മേ തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. ബ്രഹ്മാവ് വീണ്ടും പറയുകയാണ്. ഇനി ഈ ഒരു ശ്ലോകത്തിൽ തൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. താൻ അനുഭവിച്ചറിഞ്ഞ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെയാണ് ഈ ഒരു ശ്ലോകത്തിൽ ബ്രഹ്മാവ് സ്തുതിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. തച്ചേ ജലസ്ഥം തവ സജ്ജഗദ്വപോ. തച്ചേ ജലസ്ഥം, തത് ചേത ജലസ്ഥം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തച്ചേ ജലസ്ഥം. തത് എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ, അതായത് ഞാൻ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഭഗവാൻ എന്ന് വിളിക്കുന്ന ആ ഭഗവാൻ, ആ മൂർത്തി, ചേത അങ്ങനെ ആയിരുന്നുവെങ്കിൽ, എങ്ങനെ, ജലസ്ഥം ജലത്തിൽ ശയിക്കുന്നവനായിരുന്നുവെങ്കിൽ, തവ സജ്ജഗദ്വപോ, തവ ഭഗവാനെ അങ്ങയുടെ, സജ്ജഗദ്വപോ ആലോകാകാരമായിട്ടുള്ള അങ്ങയുടെ, കിം മേ ന ദൃഷ്ടം, കിം എന്തുകൊണ്ട്, മേ എനിക്ക്, ന ദൃഷ്ടം കാണപ്പെടാൻ കഴിഞ്ഞില്ല, എനിക്ക് എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, കാണപ്പെട്ടതായില്ല, ഭഗവംസ്തദൈവ, ഭഗവം തഥാ ഏവ, ഭഗവൻ തഥാ ഏവ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭഗവംസ്തദൈവ. ഭഗവാനെ അങ്ങയുടെ ഈ രൂപം, ഈ സർവലോകാകാരമായിട്ടുള്ള അങ്ങയുടെ ഈ രൂപം അത് ജലത്തിൽ ശയിക്കുന്നതായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കത് കാണുവാൻ കഴിയാതെ പോയത്? അത് ഞാൻ ഒരിക്കൽ അങ്ങയുടെ ആ ഒരു പത്മനാളത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഞാൻ എല്ലായിടവും അങ്ങേ തിരഞ്ഞുവല്ലോ, ആ ജലോപരിതലത്തിലും ഒക്കെ എത്തിയതാണ്. എന്നിട്ടും എന്തേ ഭഗവാനെ അവിടുത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല? അങ്ങ് ജലത്തിൽ ശയിക്കുന്നവനാണെങ്കിൽ ഉറപ്പായും എനിക്ക് വളരെ ഭംഗിയായി കാണേണ്ടതായിരുന്നു. പക്ഷെ ആ രൂപത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ. കിംവാ സുദൃഷ്ടം, എന്നാലാകട്ടെ സുദൃഷ്ടം നന്നായി കാണുവാനും കഴിഞ്ഞുവല്ലോ. എവിടെ? ഹൃദി മേ തദൈവ, ഹൃദി മേ എൻ്റെ ഹൃദയത്തിൽ, തഥായേവ അപ്പോൾ തന്നെ എനിക്ക് കാണുവാൻ കഴിഞ്ഞുവല്ലോ. അതായത് ജലോപരിതലത്തിൽ ശയിക്കുന്നവനാണ്, ജലത്തിൽ ശയിക്കുന്നവനാണ് അങ്ങെങ്കിൽ അന്ന് അന്വേഷിച്ച് നടന്ന എനിക്ക് അങ്ങയെ കാണുവാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ, ഈ രൂപത്തെ കാണുവാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ അപ്പോൾ തന്നെ എനിക്ക് കാണുവാനും കഴിഞ്ഞു, നന്നായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രഹ്മാവ് എന്താ ചെയ്തത്? നന്നായി തപസ് ചെയ്തു, തൻ്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ് എന്നറിയുന്നതിനായി. അപ്പോൾ ആ ഭഗവാനെ നന്നായി കാണുവാൻ കഴിഞ്ഞു. എവിടെ? തൻ്റെ ഹൃദയത്തിൽ തന്നെ. മേ ഹൃദി, എൻ്റെ ഹൃദയത്തിൽ തന്നെ. അപ്പോൾ തന്നെ എനിക്ക് കാണുവാനും കഴിഞ്ഞുവല്ലോ. കിംനോ സപദ്യേവ പുനർവ്യദർശി, കിം വാ, കിം നോ സപത്യേവ, കിം നഹ, കിം നോ സപതി ഏവ, പിന്നീടും, കിം ന എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് പിന്നെയും കഴിയാതെ പോയത്? എന്ത്? സപദ്യേവ, സപതിയേവ ഉടനെ തന്നെ, വീണ്ടും എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? എന്ത്? പുനർവ്യദർശി, പുനഃ വ്യദർശി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുനർവ്യദർശി. പുനഃ വീണ്ടും, ഉടൻ തന്നെ എനിക്ക് കാണാൻ കഴിയാതെയും പോയിയല്ലോ. എന്തുകൊണ്ടാണ് എനിക്ക് പിന്നെ കാണാൻ കഴിയാതെ പോയത്? അപ്പോൾ ഇടയ്ക്ക് ഞാൻ അന്വേഷിച്ച് നടന്ന ആദ്യം ആ ജലോപരിതലത്തിൽ
ഒക്കെയും ഞാൻ അന്വേഷിച്ചതാണ്. ജലത്തിൽ ശയിക്കുന്ന ഭഗവാനെ അവിടുത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങ് ജലത്തിൽ ശയിക്കുന്നവൻ മാത്രമായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ കാണേണ്ടതായിരുന്നു. എന്നാൽ ഏകാന്തതയിലൂടെ ഞാൻ അങ്ങയെ അന്വേഷിച്ചപ്പോൾ, തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ എനിക്ക് ആ യോഗമുണ്ടായിയല്ലോ ഭഗവാനെ. അവിടുത്തെ എനിക്ക് നന്നായി കാണുവാൻ കഴിഞ്ഞുവല്ലോ. വീണ്ടും കണ്ണു തുറന്ന് ഞാൻ ബാഹ്യപ്രപഞ്ചത്തിൽ അങ്ങയെ തിരയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കാണാൻ കഴിയാതെ പോയല്ലോ. അതിനർത്ഥം ഞാൻ ഉത്ഭവിച്ചത് ഈ ഇവിടെ നിലനിൽക്കുന്ന ഒന്നിൽ നിന്നാണ്. ഇവിടെ ഉള്ള സ്ഥായിയായ ഒന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉത്ഭവിച്ചിരിക്കുന്നത്. അതിനെ എനിക്ക് ഈ ബാഹ്യമായ ലോകത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ പരിമിതിക്കുള്ളിൽ, എൻ്റെ കാഴ്ചയുടെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല അത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് കാണുവാൻ കഴിയാതെ പോയത്. എന്നാലാകട്ടെ അത് ചക്ഷുഷു കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ഭഗവാനെ, ആ ദിവ്യ തേജസ്സിനെ, ആ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എനിക്ക് കാണുവാനും കഴിഞ്ഞു. വീണ്ടും കണ്ണു തുറന്നു നോക്കിയപ്പോൾ അത് ദൃഷ്ടിയുടെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ലാത്തതുകൊണ്ട് ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള അങ്ങയെ എനിക്ക് വീണ്ടും കാണുവാനും കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ബ്രഹ്മാവ് തൻ്റെ അനുഭവം കൊണ്ട് സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, തൻ്റെ അറിവില്ലായ്മ കൊണ്ട് അന്ന് താൻ തൻ്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ബാഹ്യപ്രപഞ്ചത്തിൽ അന്വേഷിച്ചു, കാണാൻ കഴിയാതെ പോയി. എന്നാൽ അപ്പോൾ തന്നെ ആ ധ്യാനത്തിലൂടെ, ആ തപസ്സിലൂടെ എനിക്ക് ഭഗവാനെ നന്നായി കാണുവാനും കഴിഞ്ഞുവല്ലോ എന്ന് പറയുമ്പോൾ തൻ്റെ അനുഭവമാണ് ഇവിടെ വർണ്ണിച്ചത്. ഈശ്വരനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല, എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒന്നാണ്. നന്നായി അതിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നന്നായി അത് അനുഭവവേദ്യമായി എന്നർത്ഥം. സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയുന്നതല്ല. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി അത് അനുഭവിച്ചറിയുന്ന ഒരു അനന്ത നിർവൃതിയാണ്. ഇവിടെ ബ്രഹ്മാവ് തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ ഒരേട് നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നത് ഇത് നമുക്കൊരു മാർഗദർശിയാകുന്നതിന് വേണ്ടിയായിട്ടാണ്. ഈശ്വരനെ അന്വേഷിക്കുന്നവർക്ക് തൻ്റെ ഉള്ളിൽ അനുഭവവേദ്യമാകുന്ന ഒരു സത്യമാണ് എന്ന് നമ്മൾ ഭാഗവതത്തിൻ്റെ തത്വം എന്താണ്, പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടക്കവും ഒടുക്കവും അത് വർണ്ണിക്കുന്നു. ഇടയിലുടനീളം, മധ്യത്തിലുടനീളം ഈ സത്യത്തെ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ ഓരോ ലീലകൾ പറയുകയാണ്. എന്താണ് പൊരുൾ? സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവവേദ്യമാക്കി തരുന്നതാണ് ഭാഗവതം. ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, ഞാനതിന് ഒരു അനുഭവ സാക്ഷിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതാണ് പരമമായ സത്യം എന്ന് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തച്ചേജ്ജലസ്ഥം തവ സജ്ജഗദ്വപുഃ കിം മേന ദൃഷ്ടം ഭഗവംസ്തദൈവ കിം വാ സുദൃഷ്ടം ഹൃദി മേ തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തച്ചേജ്ജലസ്ഥം, അവിടെ ച ജ രണ്ടും കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ സജ്ജഗദ്വപു, അവിടെയും ജ കൂട്ടക്ഷരമാണ്. അതുപോലെ ജഗത് വപു ആണ്. പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുവാനും ശ്രദ്ധിക്കുക. അതുപോലെ ഭഗവംസ്തദൈവ, ഭഗവാൻ തഥ ഏവ ആണ്. ഭഗവംസ്തദൈവ, ഭഗവൻ, അവിടെ ഇന്നെടുക്കണ്ട, തന്നെയാണ് വേണ്ടത്. നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുകയാണ് ഭഗവംസ്തദൈവ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം: അത്രൈവ മായാധമനാവതാരേ ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ
കൃത്സ്നസ്യ ചാന്തർജഠരേ ജനന്യ മായാ ത്വമേവ പ്രകടീകൃതം തേ. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ബ്രഹ്മാവ് കണ്ടത് വെച്ചിട്ടാണ് ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തന്നത്. അവിടെയും പറഞ്ഞു ബ്രഹ്മാവ് ജലോപരിതലത്തിലൊക്കെ അന്വേഷിച്ചിട്ടും ജലത്തിൽ ശയിക്കുന്ന ഭഗവാനെ കണ്ടില്ല. ഇനിയും അതായിരുന്നു യഥാർത്ഥ ഭഗവാന്റെ രൂപമെങ്കിൽ സജ്ജഗദ്വപു എന്ന് പറഞ്ഞു അല്ലെ, സത്തായിട്ടുള്ളത് വാസ്തവമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപം അതായിരുന്നുവെങ്കിൽ ഭഗവാനെ കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അവിടെയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ ബ്രഹ്മാവ് അനുഭവം കൊണ്ട് പറഞ്ഞു അല്ലേ. അതിനുശേഷം ഭഗവാനെ അവിടുത്തെ രൂപം തൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു, വീണ്ടും മറച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ മായ, ഈ പ്രപഞ്ചം തന്നെ ഒരു മായയാണ് എന്നാണ് ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മായയുടെ വർണ്ണനയാണ് ഇനിയുള്ള 3 ശ്ലോകങ്ങളിൽ. അത് തന്നെ ഇടയ്ക്ക് ചില ഉദാഹരണങ്ങളുമൊക്കെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ലീലയിലെ ചില ഉദാഹരണങ്ങളിലൂടെയും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് ബ്രഹ്മാവ് നമുക്ക്. അത്രൈവ മായാധമനാവതാരേ, അത്രൈവ ഈ ഒരു ഏവ പറഞ്ഞാൽ ഇതിൽ തന്നെ മായാധമനാവതാരേ, മായാധമന അവതാരേ 2 വാക്കുകളാണ് അവിടെ. മായാധമന എന്ന് പറഞ്ഞാൽ മായയെ ശമിപ്പിക്കുന്നുവോ, എന്താ അവതാരേ, അവതാരത്തിൽ തന്നെ, അതായത് ഭഗവാന്റെ ഈ ഒരു ശ്രീകൃഷ്ണ അവതാരത്തിൽ തന്നെ ഭഗവാൻ മായയെ ശമിപ്പിക്കുന്നവനാണ്, അല്ലെങ്കിൽ മായയ്ക്ക് അതീതനാണ്. ഭഗവാൻ ഈ കാട്ടിയതെല്ലാം, ഈ പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാം മായയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഈ ഒരു ശ്രീകൃഷ്ണാവതാരത്തിൽ തന്നെ. ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ ഹി അസ്യ ഹ്യസ്യ, അതായത് ഇവിടെ അസ്യ എന്നാൽ ഈ പ്രപഞ്ചസ്യ, പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ ബഹിസ്ഫുടസ്യ, ബഹി എന്ന് പറഞ്ഞാൽ പുറത്ത്, ബഹിസ്ഫുടസ്യ പുറത്ത് പ്രത്യക്ഷമായി കാണപ്പെടുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്സ്നസ്യ സമസ്തമായിട്ടുള്ള, അതായത് സകലവും, അതായത് ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ചാന്തർജഠരേ ജനന്യ, ച അന്തർജഠരേ, അന്ത എന്ന് പറഞ്ഞാൽ ഉള്ളില്, ജഠരേ എന്ന് പറഞ്ഞാൽ ജഠരത്തില്, തൻ്റെ ഉദരത്തില്, ജനന്യ ജനനിക്ക്, തൻ്റെ അമ്മയ്ക്ക്, മായാത്വമേവ പ്രകടീകൃതം തേ, മായാത്വമേവ മായ എന്നുള്ള ഒരു അവസ്ഥ തന്നെ പ്രകടീകൃതം തേ പ്രകടിപ്പിക്കപ്പെട്ടുവല്ലോ, തേ അങ്ങയാൽ. അപ്പോൾ ഈ പുറത്ത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനും തന്നെ മായയാണ് എന്ന് അങ്ങ് ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ തന്നെ അങ്ങയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തുവല്ലോ. ഇതൊരു വെറും ഒരു മായ മാത്രമാണ് പുറത്തുണ്ട് എന്നുള്ളത്. ഇവയൊക്കെ എവിടെയാണ്? തൻ്റെ ഉദരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, തൻ്റെ ഉദരത്തിലാണ് ഈ ലോകങ്ങളൊക്കെയുള്ളത് എന്ന് അങ്ങ് കാണിച്ചു തന്നുവല്ലോ. നമുക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തില് ഭഗവാൻ മണ്ണ് വാരി തിന്നുമ്പോൾ മണ്ണ് തിന്നോ കണ്ണ, മണ്ണ് തിന്നാൽ അസുഖം വരില്ലേ എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് ഓടി വന്ന, ശകാരിച്ചുകൊണ്ട് ഓടി വന്ന അമ്മയെ ഞാൻ മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ ആ കുഞ്ഞു വായൊന്ന് തുറന്ന് കാണിച്ചപ്പോൾ ആ വായ്ക്കുള്ളിലൂടെ അമ്മയ്ക്ക് എന്താ കാണിച്ചു കൊടുത്തത്? ഈ സർവപ്രപഞ്ചവും, അത് ആകാശവും വായുവും അഗ്നിയും എന്നു വേണ്ട മലകളും ഈ പ്രപഞ്ചവും
ഈ ഭൂമിയും എന്ന് വേണ്ട 14 ലോകങ്ങളും തൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുത്ത അല്ലയോ ഭഗവാനെ, ഈ ശ്രീകൃഷ്ണാവതാരത്തിലൂടെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്ക് അങ്ങ് കാണിച്ചു തരികയായിരുന്നുവല്ലോ. പുറമേയുള്ള ഈ കാണപ്പെടുന്ന ഈ ലോകം അതൊരു മായയാണ്, യഥാർത്ഥ ലോകം തൻ്റെ ഉള്ളിലാണ് നിലകൊള്ളുന്നത് എന്ന് അവിടുന്ന് കാണിച്ചു തന്നുവല്ലോ. ഈ മായയ്ക്കാവട്ടെ അങ്ങയെ പരിച്ഛേദിക്കുവാൻ കഴിയുന്നതുമല്ല. മായയ്ക്ക് അതീതനായിട്ടുള്ള അങ്ങയുടെ അധീനതയിലാണ് ഈ മായ. അതുകൊണ്ട് തന്നെ അങ്ങെന്നത് പരമമായ സത്യവും ബാക്കിയുള്ളവയൊക്കെയും മായയുമാണ് എന്ന് അങ്ങ് ബോധ്യപ്പെടുത്തി തന്നതാണല്ലോ. ഒരു പക്ഷേ ഭഗവാന്റെ മറ്റ് അവതാരങ്ങളിൽ ഒന്നും ഭഗവാൻ ഈ ഒരു കാരുണ്യം തൻ്റെ സന്തതികളായിട്ടുള്ള തൻ്റെ സൃഷ്ടികളായിട്ടുള്ള ഈ ചരാചരങ്ങളോട് ഭഗവാൻ കാണിച്ചില്ല. ശ്രീകൃഷ്ണാവതാരത്തിൽ മാത്രമാണ് മായയെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. മായ എന്താണെന്ന് ഈ കലിയുഗവാസികൾക്കായിക്കൊണ്ട് ഭഗവാൻ മുന്നേ കൂട്ടി പറഞ്ഞു തന്നത്. മായയിൽ പെട്ടുപോകാതെ ഈ കലിയുഗത്തിൽ തൻ്റെ യഥാർത്ഥ വാസസ്ഥാനം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ചാൽ മതിയാകും. താൻ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് താൻ കാണുന്ന ബാഹ്യമായ ഒരു നീർക്കുമിളയുടെ ഉള്ളിലല്ല, അത് ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ്. ഭഗവാന്റെ കൈകളിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ്. ആ ഭഗവാന്റെ ഉള്ളിലാണ് നമ്മളുടെയൊക്കെ യഥാർത്ഥ നിലനിൽപ്പ്. ഇന്ന് നിലനിൽക്കുന്നതും അവിടെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതായിരുന്നു ഭഗവാന്റെ ആ ഒരു ലീല. മണ്ണ് തിന്നിട്ട് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത ആ ലീല നമ്മളെ ചില സത്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത്രൈവ മായാധമനാവതാരേ ह्यस्य प्रपञ्चस्य बहिस्फुटस्य कृत्स्नस्य चान्तर्जठरे जनन्या माया त्वमेव प्रकटीकृतं ते. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മായാധമനാവതാരേ, മായാധമന അവതാരയാണ്, അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഹ്യസ്യ, ഹി അസ്യാണ്, ഹ്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിക്കുക. ബഹി എന്ന് പറയുന്നിടത്തൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ച അന്തർജഠരയാണ്, പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ചാന്തർജഠരേ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.